നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2/4/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 19 ബുധനാഴ്ചയും കാർത്തിക നക്ഷത്രവും വരുന്ന ദിവസം, അതായത് പഞ്ചമി തിഥിയും ശുക്ലപക്ഷ പഞ്ചമി തിഥിയും ഉത്തരായന കാലത്തിലെ വസന്ത ഋതുവിലെ ബുധനാഴ്ച പകൽ 6:25 സൂര്യോദയവും 6:32 സൂര്യാസ്തമനവുമാണ്. രാഹുകാലം 12:28 മുതൽ 1:59 വരെയും ഗുളികകാലം 10:57 മുതൽ 12:28 വരെയും യമകണ്ഠകാലം 7:55 മുതൽ 9:26 വരെയുമാകുന്നു. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:04 മുതൽ 12:26 വരെയും 12:30 മുതൽ 12:52 വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം തുലാക്കൂറുകാർക്ക് പഞ്ചമി തിഥി ആയതുകൊണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ബുധനാഴ്ചയും പഞ്ചമി തിഥിയും വരുന്ന കാർത്തിക നക്ഷത്രവും വരുന്ന ദിവസം അമ്മയെ പ്രാർത്ഥിക്കുന്നതിന്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് രാത്രിയിൽ 8 മണി മുതൽ 12 വരെ ഉള്ള സമയം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉപാസിക്കുന്നതും പൂജകൾ ചെയ്യുന്നതുമൊക്കെ ഉത്തമമാണ്. ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമിയെയും, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീരാമസ്വാമി ഹരേ രാമ ജപിക്കുക, ഓം നമോ നാരായണായ ജപിക്കുക, കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനേ സ്വാഹ എന്നുള്ള രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഭഗവാൻ ഒരു തുളസി ഇലയൊക്കെ സമർപ്പിച്ച്, തുളസീദളമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പങ്കുനി ഉത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് കൊടി കയറുന്നത് 2/4/2025 10 ദിവസത്തെ ഉത്സവമാണ്. 10ാം ദിവസമാണ്, അതായത് 11ാം തീയതിയാണ് ആറാട്ട് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ശബരിമലയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും. ശരണം വിളിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ശബരിമല ദർശനത്തിനും ഒരുക്കങ്ങൾ ചെയ്യാം. സ്വാമിയെ ശ്രീധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ശരണം വിളിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. 2/4/2025 രാശി ചക്രം ഒന്ന് നമുക്ക് നോക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ ഇടവത്തിലും, ചൊവ്വ വരുന്നത് മിഥുനത്തിലും, ബുധൻ മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രൻ മീനത്തിലും, മന്ദൻ മീനത്തിലും, സർപ്പി മീനത്തിലും, കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ മിഥുനം രാശിയിലും ഉദയം വന്നിരിക്കുന്നത് മീനൻ രാശിയിലുമാണ്. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം എങ്ങനെ പ്രയോജനപ്പെടും എന്നൊന്ന് പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് വിവാഹ ആലോചനകൾ തീരുമാനത്തിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരുന്ന ദിവസമാണ്. മനോവിഷമം മാറിക്കിട്ടുന്ന ദിവസവുമാണ്. സാമ്പത്തിക നഷ്ടം ഒഴിവായി കിട്ടും. അകാരണമായി കുടുംബത്തിൽ വന്നു ചേരുന്ന കലഹം ഒഴിവായി പോകുന്നതാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നു. സന്തോഷം നൽകുന്ന പല അനുഭവങ്ങളും വന്നു ചേരാം.
അപ്രതീക്ഷിതമായി അല്പം ധന ആഗമനവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതിയും ശത്രുക്കളെല്ലാം മിത്രങ്ങളായി ഭവിക്കുന്നതും നമുക്ക് അത്ഭുതം തന്നെയാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പഠനം, വിനോദമോ പഠനത്തിലോ ഒക്കെ ഏർപ്പെടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നു. സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകാം. എന്നാൽ രോഗപീഠകളാൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കും. കാർത്തിക നക്ഷത്രമായതുകൊണ്ട് പണമിടപാടുകൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. പണം കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നതിന് പറ്റിയ ദിവസമല്ല. അക്കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് ഉത്തമം. ഇടവം രാശി. ഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായ, അതായത് താമസ സ്ഥലം മാറേണ്ടതായ സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ഗ്രഹം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ദർശിക്കാം. ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളെ കൊണ്ട് ധനസഹായം പ്രതീക്ഷിക്കാം. കുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ ഐക്യം വന്നു ചേരും. എല്ലാവിധ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുയോജ്യമായ സാഹചര്യം വന്നു ചേരും. കർമ്മമേഖല പുഷ്ടിപ്പെടുന്നതാണ്. ബന്ധുമിത്രാദികളുമായി കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ആദ്യം അല്പം തടസ്സം വരികയും പിന്നീട് അത് വിജയത്തിലെത്തുകയും ചെയ്യും. സാമൂഹികവും സാമ്പത്തികവുമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യം ഉത്തമമായിരിക്കും. ദ്രവ്യലാഭവും സന്തോഷവും മനസ്സന്തോഷത്തിനുള്ള അവസരങ്ങളും വന്നു ചേരും. ആദരവ്, ഉദ്യോഗ കയറ്റം, സാമ്പത്തിക അഭിവൃദ്ധി, കീർത്തി ഇവയൊക്കെ വന്നു ചേരുന്നതാണ്. വരവും ചെലവും പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാല സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനചലനത്തിനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കളാൽ അല്പം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വരും. അന്യദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും അഭിവൃദ്ധി വന്നു ചേരും. ഐശ്വര്യം അല്പസ്വല്പമായി അനുഭവയോഗ്യമാവും. വഞ്ചനയിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനോദുഃഖം അനുഭവിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ഇണയുമായി കലഹത്തിനുള്ള സാധ്യതയും കാണുന്നു. ശിവങ്കൽ ജലധാരയും പിൻവിളക്കിൽ എണ്ണയും കൊടുക്കുന്നത് നന്നായിരിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്താവിന് നെയ്ദീപം തെളിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. ശാരീരിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞു നിൽക്കുന്നതിനായി അല്പം ശ്രദ്ധ ആവശ്യമാണ്. യാത്രകൾക്കുള്ള അവസരങ്ങൾ മാറ്റിവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. യാത്രകളിൽ എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ മേൽ അമിതമായ ഒരു ഭയം ഒഴിവാക്കി നിൽക്കുക. ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആപത്തുകൾ വരുത്തിവെക്കും. മാതൃകുടുംബത്തിൽ നിന്നും അല്പം സഹായങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമം. കർക്കിടകം രാശി. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ചെറിയ രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നു.
ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നു. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കും. ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും വിജയം നേടിയെടുക്കുവാൻ കഴിയും. മനസ്സമാധാനത്തോടെ അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. സ്വർണ വ്യാപാര രംഗത്ത് അല്പം ധനം വന്നു ചേരും. വസ്ത്രവ്യാപാരികൾക്കും അനുകൂല സമയമാണ്. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം. ഇണയുമായി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സന്തോഷവും സമാധാനവും കുടുംബത്തിൽ അനുഭവയോഗ്യമാവും. മാനഭംഗപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ഇടപെടലുകളിൽ ചതി ഒളിഞ്ഞു നിൽപ്പുണ്ട്, അത് ശ്രദ്ധിക്കുക. ധനനഷ്ടം വരാതിരിക്കുവാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാനും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിന് കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ചിങ്ങം രാശി. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു ഊർജം വന്നു ചേരും. അല്പം ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യം കാണുന്നു. യാത്രാമധ്യേ അപകട സാധ്യത വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് അല്പം സന്തോഷം വരുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. ഇഷ്ടപ്പെട്ട പഠനത്തിനുള്ള സാധ്യതകൾ വന്നു ചേരും. വീട് വയ്ക്കുന്നതിനുള്ള തീരുമാനങ്ങൾ സ്ഥിരപ്പെടുത്തും. ഔദ്യോഗിക യാത്രകൾക്കുള്ള സാഹചര്യം വന്നു ചേരും. മാനസിക വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മാതൃകുടുംബാംഗങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ സംയമനത്തോടെ ഇടപെടുക. ദുർച്ചെലവ് വരാതിരിക്കുവാനും പണം അളന്ന് ചിട്ടപ്പെടുത്തി ചിലവഴിക്കുക. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതിന് രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹരേ രാമ ജപിക്കുന്നതും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. വരാഹി ദേവിക്ക് പ്രാർത്ഥനകൾ ചെയ്യുന്നതും പൂജ ചെയ്യുന്നതും കൂടുതൽ ഗുണപ്രദമാണ്. കന്നിരാശി. വീട് അലങ്കരിക്കുന്നതിനുള്ള സാഹചര്യം വന്നു തരും. അതിനാവശ്യമായ ആലങ്കാരിക വസ്തുതകൾ വാങ്ങും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ശത്രുക്കളുടെ മേൽ വിജയം വന്നു ചേരും. വിവാദങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യതടസ്സം വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രാശയ രോഗമോ ഉദരരോഗമോ പ്രതീക്ഷിക്കേണ്ടതാണ്. ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങളുടെ അളവ് വർദ്ധിക്കും. പഞ്ചമി തിഥി ആയതിനാൽ വരാഹി ദേവിക്ക് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തും. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണഫലങ്ങൾ നൽകുന്നതാണ്. തുലാരാശി. കുടുംബത്തിൽ ഐശ്വര്യം വന്നിറയും. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാവും. മുൻകോപം അല്പം നിയന്ത്രിക്കണമെന്ന് മാത്രം. യാത്രാമധ്യേ അപകട സാധ്യതകൾ പതിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ബന്ധുജന സഹായം വർദ്ധിക്കും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതകൾ കാണുന്നു. ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗവും വന്നു ചേരും. മുൻകോപം നിയന്ത്രിക്കുക. വഞ്ചിതരാകാതിരിക്കാൻ വേണ്ട കരുതൽ ചെയ്യുക. ജ്വരം അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുവാനുള്ള സാധ്യതകളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾ ഏത് രംഗത്തു നിന്ന് വന്നാലും അല്പസമയം മാത്രം അത് നിലനിൽക്കുകയും
വളരെ തന്മയത്വത്തോടുകൂടി ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള ഊർജം വന്നു ചേരുകയും ചെയ്യും. സന്താനങ്ങൾ കൊണ്ട് സന്തോഷം അനുഭവിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു. കലാരംഗത്ത് അവർ ശോഭിക്കുന്നതായി കാണാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്ന ദിവസമാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനും കൂടി പ്രാർത്ഥിക്കുക, വരാഹി ദേവിക്ക് പൂജ ചെയ്യുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, വിദ്യാഗോപാല മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും. വൃശ്ചിക രാശി. സ്ഥാനലബ്ധി, ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, സാമ്പത്തിക അഭിവൃദ്ധി ഇതെല്ലാം ഒന്നൊന്നായി അനുഭവത്തിൽ വരും. സ്നേഹത്തിനും വിശ്വാസത്തിനും മറ്റുള്ളവരുടെ എല്ലാവിധ പ്രശംസയും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. അതിനൊക്കെ ഒരു പാത്രീഭൂതനാകുവാനുള്ള സാഹചര്യം വന്നു ചേരും. സ്ഥാനലബ്ധി, ഉയർന്ന പോസ്റ്റിലേക്കുള്ള ഒരു ചവിട്ടുപടി കടന്നു കിട്ടും. മുതിർന്നവരുമായി നല്ല സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ആ സൗഹൃദത്തിലൂടെ സാമ്പത്തികവും മാനസികവുമായ ഒരു സംതൃപ്തി നിലനിന്ന് കിട്ടും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന ദിവസമാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ, ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹപൂർത്തി വരുന്നതാണ്. എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായി നിർവഹിക്കും. വസ്ത്രവ്യാപാരികൾക്ക് അതുപോലെ തന്നെ ചെറുകിട വ്യവസായികൾക്കൊക്കെ അല്പം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള അനുഭവങ്ങൾക്കായി കാത്തിരിക്കേണ്ടതായി വരും. കളത്രവുമായ അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ദിവസം തുടങ്ങുന്നതായിരിക്കും നന്നായിരിക്കുക. വിട്ടുവീഴ്ച മനോഭാവത്തിൽ പോകുമ്പോൾ കുടുംബ സൗഖ്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമഃശിവായ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. പിതാവിനോ പിതൃതുല്യരായവർക്കോ രോഗാസ്വസ്ഥങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ആസ്പത്രിവാസത്തിനുള്ള യോഗവും കാണുന്നു. ഭൂമി വാങ്ങുന്നതിനുള്ള ഒരു ശ്രമം വിജയിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഗുണത്തേക്കാൾ അല്പം ദോഷത്തിലേക്കാണ് ചെന്ന് കലാശിക്കുക. സർവവിധ സുഖസൗഭാഗ്യങ്ങളും ഉണ്ടാകും. അല്പം കാത്തിരിക്കൂ. ശത്രുക്കളെ മിത്രങ്ങളാക്കാനും ഉയർന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വരുത്തുവാനും സമയം വരുന്നതേ ഉള്ളൂ. അല്പം കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളാൽ സൽകീർത്തി അനുഭവിക്കാൻ സാധിക്കും. അവിവാഹിതർക്ക് വിവാഹത്തിനുള്ള യോഗവും വന്നു ചേരും. രോഗം കൊണ്ട് വലയുന്നവർക്ക് രോഗശാന്തിക്കായി ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കൂ. കൊടിയേറ്റ് ദിവസം ഉള്ള പ്രാർത്ഥനയ്ക്ക് ഫലം ധാരാളമായി ലഭിക്കും. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ശോഭനമായി തീരുന്നതാണ്. മകരക്കൂറ്. പിതൃബന്ധുക്കളുമായി വ്യവഹാരത്തിൽ ഏർപ്പെടും. ധനനഷ്ടവും അവഹേളനവും ഒഴിവാകും. സാമ്പത്തിക നേട്ടം അനുഭവത്തിൽ വരും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സമ്പത്ത് പലതരത്തിൽ വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. സന്താനങ്ങൾ മൂലം സൽകീർത്തി ഉണ്ടാകും. നാൽക്കാലികളും മറ്റ് വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. രോഗമുക്തി, രോഗങ്ങൾക്കൊരു ശാന്തത വരികയും അങ്ങനെ രോഗമുക്തി അനുഭവത്തിൽ വരികയും ചെയ്യും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാവും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. കൂടുതൽ യാത്ര ആവശ്യമായി വരുന്ന ദിവസമാണ്. ഉന്നതരുടെ പ്രശംസ നേടും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തും.
സജ്ജനങ്ങളുമായി നല്ല ഐക്യത്തിൽ വന്നു ചേരും. ആയതിനാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിക്ക് പൂജ ചെയ്യുന്നത് ഒക്കെ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശി. കുടുംബത്തിൽ ഐശ്വര്യം വന്നു നിറയും. മനോവിഷമം മാറിക്കിട്ടും. പല കാര്യങ്ങളിലും കാത്തിരുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ സാധിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരും. വാക്കുതർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സാമ്പത്തിക നഷ്ടവും ഒഴിവാവും. ക്ലേശപൂർണമായ പ്രവൃത്തികൾ വളരെ ആയാസത്തോടെ ചെയ്യുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ശ്രമിക്കും. ശത്രുക്കളുടെ മേൽ വിജയത്തിനായും കഠിന പ്രയത്നം നടത്തും. അവസാന വിജയം അനുകൂലമായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമെന്നുള്ള ഉൾഭയം ഒഴിവാക്കിക്കൊണ്ട് ധർമ്മശാസ്താവിനെയും വിഷ്ണുമായ സ്വാമിയുമൊക്കെ പ്രാർത്ഥിച്ച് ദിവസം വരാഹി ദേവിക്കും കൂടി പൂജയൊക്കെ ചെയ്ത് സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തീർത്ത് സ്ഥല കച്ചവടത്തിനൊക്കെയുള്ള ആ തടസ്സങ്ങൾ മാറ്റി വിജയത്തിലേക്ക് എത്തുവാൻ ദേവതകളോട് അപേക്ഷിക്കൂ. കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. മീനം രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ സുഖങ്ങളും അനുഭവയോഗ്യമാവും. ജനസമ്മതിയും അംഗീകാരവും ലഭിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും. ഉദ്യോഗലബ്ധി, അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. കച്ചവടക്കാർക്ക് അല്പം ധനലാഭം ഉണ്ടാകുന്ന ദിവസമാണ്. വിവാഹിതർക്ക് അവരുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജം വന്നു ചേരും. സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നും അല്പം അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. സജ്ജനങ്ങളുമായി അഭിപ്രായ ഐക്യം ഉണ്ടാകും. പുതിയ പ്രണയ അനുഭവങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുമായി എല്ലാവിധത്തിലുള്ള സൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള യോഗം കാണുന്നു. മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. മാനസിക വിഷമം ഉണ്ടാവാതിരിക്കുവാൻ നമഃശിവായ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നിയന്ത്രണത്തിലാവും. അതുപോലെ തന്നെ സ്ഥല കച്ചവട കാര്യത്തിനായും അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം. കാർത്തിക നാളായതുകൊണ്ട് പണമിടപാടുകൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും 27 നക്ഷത്രക്കാർക്കും 2/4/2025 എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിന ആശംസകൾ.